മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഇഡി തയ്യാറെടുക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടിയുണ്ട്. ഇതിനകം 2 തവണ വീണ വിജയനെ ഇഡി ചോദ്യം ചെയ്തു കഴിഞ്ഞു. ഒരു തവണ വീണയുടെ തിരുവനന്തപുരത്തെ HDFC ബാങ്കിന്റെ ലോക്കർ തുറന്ന് പരിശോധിക്കുമ്പോഴും വീണയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. അതുമാത്രമല്ല, വീണയുടെ ഭർത്താവ് കൂടിയായ മുൻമന്ത്രി മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലിലേക്കും കടക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്നലെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വീണയ്ക്ക് നോട്ടീസ് അയക്കും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടിലേക്ക് വീണയുടെ അക്കൗണ്ടിൽ നിന്ന് പണം വകമാറ്റിയിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങൾ കൂടി ഇഡി പരിശോധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഡാനി പോൾ ചേരും. ഡാനി, വീണയ്ക്ക് വീണ്ടും നോട്ടീസ് അയക്കും. അത് നമുക്ക് രണ്ടാമത് ചോദ്യം ചെയ്യലിൻ്റെ വിശദാംശങ്ങൾ അറിയാം. നേരത്തെ തന്നെ വീണ ഹാജരായിരുന്നു, കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട രേഖകൾ ഇതിനകം ഇഡി ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ തെളിവുകൾ, വ്യക്തതകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടുണ്ടെന്ന് കരുതാമോ? രഞ്ജിത്ത്, നിലവിൽ ആ രീതിയിൽ തന്നെ അനുമാനിക്കേണ്ടി വരും. കാരണം ഈ SFIO റിപ്പോർട്ട് ലഭിച്ച സാഹചര്യത്തിലാണ് പിന്നീട് തുടർ നടപടികൾ വളരെ വേഗത്തിലുണ്ടായിരുന്നത്. കാരണം വീണയെ തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഇഡി വിളിച്ചു വരുത്തുകയുണ്ട്. നമുക്കറിയാം, വീണയ്ക്ക് 29-നാണ് വരാൻ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ വളരെ നേരത്തെ തന്നെ അവരെ വിളിച്ചു വരുത്തുകയും ഈ ചോദ്യം ചെയ്യാനായിട്ട് അവരെ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. അത് SFIO റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. പിന്നീട് തുടർന്ന് ഓരോ ദിവസവും എന്നോളം ഈ CMRലുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഈ ചോദ്യം ചെയ്യലിന് ഇഡിക്ക് മുൻപാകെ എത്തിയിരുന്നു. ഇതെല്ലാം ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ശരണസ് കർത്ത ഇതിന് ജോയിന്റ് MD ആണ്, അദ്ദേഹത്തെ അടക്കം ചോദ്യം ചെയ്തു. അതിന് ഉന്നത ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് ഈ അക്കൗണ്ട്സ് വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇഡിക്ക് മുന്നിലേക്ക് എത്തിയത്. ഇതെല്ലാം തന്നെയും ഈ CMRലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വീണയുമായി നടത്തിയ ഇടപാടുകൾ, എക്സാലോജി കമ്പനിയുമായി നടത്തിയ ഇടപാടുകൾ, അത് ഈ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിന്റെ പരിധിയിൽ വരുന്നു എന്ന് തന്നെയാണ് ഇഡി അടിവരയിരുന്നത്. അവർ SFIO റിപ്പോർട്ട് കൂടി പരിശോധിച്ച ശേഷമാണ് തുടർ ചോദ്യം ചെയ്യലിന് വളരെ വേഗം കൂട്ടിയത്. അപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ ചോദ്യം ചെയ്യൽ നടന്നു. ഇനി അതിനുശേഷം വീണ്ടും സമൻസ് അയച്ച ഇവരെ വിളിച്ചു വരുത്താൻ തന്നെയാണ് തീരുമാനം. അതിൽ വീണയുണ്ട്. മറ്റ് ഇതിൽ പെട്ട വീണ്ടും സംശയം തീർക്കേണ്ട ചില ചോദ്യങ്ങൾ കൂടിയുണ്ട്. അതിന് CMR ഉദ്യോഗസ്ഥരെ കൂടി വീണ്ടും വിളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഇഡിയുടെ വൃത്തങ്ങൾ അറിയിക്കുന്നത് ഇതിൽ CMR ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിക്കുന്നു എന്നത് തന്നെയാണ്. വീണയുടെ കാര്യത്തിൽ സംശയം ബാക്കി ഉത്തരം നൽകാൻ കഴിയാതിരിക്കുകയോ അല്ലെങ്കിൽ പറയാതിരിക്കുകയോ വീണ ചെയ്യുന്നുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ഇഡി ഉദ്യോഗസ്ഥരിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം തന്നെയും വീണയുടെ അക്കൗണ്ടിൽ നിന്ന് പണം പോയിട്ടുള്ള മറ്റ് പലരിലേക്കും അവരുടെ മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടിലും തീർച്ചയായും അത്തരത്തിലാണ് കാര്യങ്ങൾ. ഏതായാലും വീണ വിജയനെ 3ാം തവണയും ഒരു പക്ഷേ ഇഡി ചോദ്യം ചെയ്യും എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വീണയ്ക്ക് നോട്ടീസ് അയക്കും, നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തി വീണ്ടും ചോദ്യം ചെയ്യും. കഴിഞ്ഞ 2 തവണയും ചില സുപ്രധാന വിവരങ്ങൾ ഇഡി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ പുറത്തു വന്ന ഇഡി വൃത്തങ്ങൾ തന്നെ അറിയിച്ച പ്രധാനപ്പെട്ട ഒരു വിവരമെന്ന് പറയുന്നത് മുഹമ്മദ് റിയാസിലേക്കും ഇഡി അന്വേഷണം കടക്കുന്നു എന്നാണ്. കാരണം റിയാസിന്റെ അക്കൗണ്ടുകളിലേക്ക് നേരത്തെ വീണയുടെ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ 1.5 ലക്ഷം രൂപ മാത്രമാണ് അക്കൗണ്ടിൽ ബാക്കിയുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻ CMRലും വീണയുമായി നടന്നിട്ടുണ്ട്. ആ പണം എവിടെ എന്നുള്ള അന്വേഷണത്തിലാണ് ഇഡി ഉള്ളത് എന്നാണ്. ഡാനി, മുഹമ്മദ് റിയാസിന്റെ പങ്കാളിത്തം ഇതിനുമായി ബന്ധപ്പെട്ട് അതിൽ അക്കൗണ്ട് ട്രാൻസ്ഫറാണ്. ഒരുപക്ഷെ ഈ വീണയുടെ അക്കൗണ്ടിലെ പണം എങ്ങോട്ടേക്ക് വകമാറ്റിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ ആ പണത്തിന്റെ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കടക്കുമ്പോഴാണ് ഒരുപക്ഷെ കുറച്ചുകൂടി വ്യക്തത വരിക. അതിനുള്ള ശ്രമത്തിലാണോ ഇഡി? ഏതാണ്ട് ഇഡി അതിനുള്ള ശ്രമത്തിൽ തന്നെയാണ്. പക്ഷെ അതൊരു ഈ പണം ജീവിത പങ്കാളിയുടെ അക്കൗണ്ടിലേക്കെല്ലാം മാറ്റുന്നത് ഒരു സ്വാഭാവികമായ രീതിയിലേക്ക് തന്നെയാണ് അതിൽ ചൂണ്ടിക്കാണിക്കാൻ ഇടയുള്ളത്. കാരണം ഒരു വലിയ രീതിയിലുള്ളൊരു പണമോ മറ്റു കാര്യങ്ങളോ വല്ല സ്വാഭാവികമായും തന്നെ വരുന്ന ഒരു നടപടികൾ എന്ന രീതിയിൽ തന്നെ അതിന് നിരീക്ഷിക്കാൻ തന്നെയാണ് സാധ്യതയെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ എന്തു വന്നാലും ഈ ഒരു കാലയളവ് അതൊരു വിഷയം തന്നെയാണ്. അപ്പോൾ ഈ കാലയളവിൽ വന്നിരിക്കുന്ന പണം, ഇഡിയുടെ ഒരു കേസുകളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഈ ഇതിലൂടെ ആർജിച്ചെടുത്തിട്ടുള്ള പണം അതിൻ്റെ ഒരു ടൈം പീരീഡ് ഉണ്ട്. ആ സമയത്ത് എവിടെ ചെലവഴിച്ചു, ആർക്ക് ലഭിച്ചു എന്നതെല്ലാം തന്നെ വളരെ വിശദമായി പരിശോധിക്കുകയും ഇതുകൊണ്ട് ഏതെങ്കിലും സ്വത്തുവകകൾ ആർജിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ അത് മരവിപ്പിക്കുകയും ചെയ്യുക എന്നതെല്ലാമാണ് ഇഡിയുടെ ഒരു നടപടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വിശാലമായിട്ട് ഈ കേസ് അതിൻ്റെ ഒരു പരപ്പിൽ തന്നെ പൂർണ്ണമായും അന്വേഷിക്കുകയും ചെയ്യുന്നതും. അതുകൊണ്ടാണ് ഇഡിയുടെ ഒരു സ്വത്ത് മരവിപ്പിക്കൽ നടപടികളടക്കം സാധാരണഗതിയിലുള്ള കേസുകൾ നമ്മൾ കണ്ടുവരാറുണ്ട്. പിന്നീട് അത് കോടതിയിൽ
നിന്ന് ഇത്തരം കാര്യങ്ങൾ കണക്കുകളും കാര്യങ്ങളും ബോധിപ്പിച്ചുകൊണ്ടാണ് അത് മാറ്റിയെടുക്കുകയും ചെയ്യുന്നത്. ഈ കേസിൽ പ്രതികളാകുന്ന പലരും ആ നടപടികളിലേക്കെല്ലാം തന്നെ പോവുകയും ചെയ്യാറുണ്ട്. അപ്പോൾ EDയുടെ ഒരു നടപടി എന്ന രീതിയിൽ തന്നെയാണ് മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടുകൾ സംബന്ധിയായ കാര്യങ്ങളിലും പരിശോധനകൾ നടക്കുന്നത് എന്നതാണ്. എന്തായാലും ഈ കേസിൽ കൂടുതൽ അന്വേഷണങ്ങൾ വൈകാതെ തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ്. കൂടുതൽ ചോദ്യം ചെയ്യലടക്കം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകും. അതിൻ്റെ ഒരു നടപടിക്രമങ്ങളിലേക്ക് അടക്കമാണ് ED കടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ചോദ്യം ചെയ്യലെല്ലാം അതിനോട് തന്നെയാണ് ചേർത്ത് വായിക്കേണ്ടത്. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചു.